നടൻ ഹരിമുരളിയുടെ അകാല വേർപാടറിഞ്ഞതിന്റെ നടുക്കത്തിലാണ് മലയാളി പ്രേക്ഷകരെല്ലാം ഇപ്പോഴുള്ളത്. വെറും 27ാമത്തെ വയസ്സിൽ നടന് എന്തു പറ്റിയെന്ന ചോദ്യമാണ് എങ്ങും നിറയുന്നത്. നാട്ടിൽ പയ്യന്നൂർ സ്വദേശിയാണെങ്കിലും ഏറെക്കാലമായി കൊച്ചിയിലാണ് ഹരിമുരളി താമസിച്ചിരുന്നത്. ഹരിമുരളി മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബവും കൊച്ചിയിലാണ് താമസിച്ചിരുന്നത്. ഇടയ്ക്ക് നാട്ടിലെ വിശേഷങ്ങൾക്കും ചടങ്ങുകൾക്കുമായാണ് ഇവർ എത്താറുള്ളത്. ഏറെക്കാലത്തിന് ശേഷം നാട്ടിൽ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനും നാട്ടിലെ ഉത്സവം കൂടാനുമെല്ലാമായി എത്തിയതായിരുന്നു ഹരിമുരളി കഴിഞ്ഞ ദിവസം. 2-3 ദിവസങ്ങൾക്ക് മുൻപ് പോലും നാട്ടിലെ തെയ്യത്തിന് പലരും ഹരിമുരളിയെ കണ്ടിരുന്നു. അന്ന് എല്ലാവരോടും വിശേഷങ്ങൾ ചോദിച്ച് ഊർജ്ജസ്വലനായി ഏറെക്കാലമായി കാണാതിരുന്ന കൂട്ടുകാരെ നേരിൽ കണ്ടതിൻ്റെ സന്തോഷത്തിൽ ചിരിച്ച് ഉല്ലസിച്ച് നടന്നിരുന്ന ഹരിമുരളിയുടെ മുഖം അടുത്ത ബന്ധുക്കളുടെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. അതിനിടെയാണ് ഈ അപ്രതീക്ഷിത വേർപാട് എല്ലാവർക്കും ഞെട്ടലാകുന്നത്. ഇടക്കാലത്ത് കടുത്ത വിഷാദത്തിൻ്റെ പിടിയിലായിരുന്നു ഹരിമുരളിയെന്ന് അടുത്ത സുഹൃത്തുക്കൾ പറയുന്നു. സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലെല്ലാം സജീവമായിരുന്ന ഹരിമുരളി അത് പൂട്ടിക്കെട്ടാൻ പോലും കാരണം ഈ വിഷാദരോഗമായിരുന്നു. പക്ഷേ കലാകാരൻ്റെ മനസ്സിലെ ഇത്തരം ചാഞ്ചാട്ടങ്ങൾ കൃത്യമായി അറിയാവുന്ന ഹരിമുരളിയുടെ കുടുംബം നടനെ ചേർത്ത് പിടിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി കൂടെയാണ് പയ്യന്നൂരിൽ നിന്നും കൊച്ചിയിലേക്ക് കുടുംബം താമസം മാറിയെത്തിയത്. ചെറിയ പ്രായം മുതൽ ഒരുപാട് പേരുടെ സ്നേഹം കിട്ടി വളർന്ന കുട്ടിത്താരമായിരുന്നു ഹരിമുരളി. അച്ഛൻ പയ്യന്നൂർ മുരളി ഒരു നാടക സംവിധായകനും നടനും ആയിരുന്നതിനാൽ ജനിച്ച കാലം മുതൽക്ക് തന്നെ നാടക ക്യാമ്പുകളെല്ലാം ഹരിമുരളിക്ക് ഏറെ പരിചിതമായിരുന്നു. വീട് ഒരു നാടക ക്യാമ്പ് തന്നെയായിരുന്നു. പ്രിയപ്പെട്ടവരെല്ലാം സ്നേഹത്തോടെ ഹരിമുരളിയെ അപ്പൂസ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. അച്ഛൻ്റെ സുഹൃത്ത് എഴുതിയ സീരിയലിൽ ഗുഡ് മോർണിംഗ് ടീച്ചർ എന്നൊരു ഡയലോഗ് പറയാൻ പോയതായിരുന്നു ഹരി. പക്ഷേ അതൊരു തുടക്കമായി മാറുകയായിരുന്നു. അവിടെ നിന്നും അടുത്ത സീരിയലിലേക്ക് എത്തി. പിന്നീട് 40ഓളം സീരിയലുകളിൽ താരം അഭിനയിച്ചു. കായംകുളം കൊച്ചുണ്ണിയിൽ കൊച്ചുണ്ണിയുടെ മകൻ്റെ വേഷത്തിലായിരുന്നു ഹരി എത്തിയത്. രഹസ്യം എന്ന സീരിയലും ഹരിയുടെ ജനപ്രീതി ഏറെ വർദ്ധിപ്പിച്ചു. കുട്ടിച്ചാത്തനായിരുന്നു താരം അവസാനമായി അഭിനയിച്ച സീരിയൽ. സീരിയലിലൂടെ ലഭിച്ച ജനപ്രീതി ഉൾക്കൊള്ളാൻ കഴിയുന്ന പ്രായമായിരുന്നില്ല ഹരിമുരളിക്ക്. ട്രെയിനിലും മറ്റും യാത്ര ചെയ്യുമ്പോൾ കാണുന്നവരെല്ലാം സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയും ഓമനിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഇതൊക്കെ എന്തിനാണ് എന്ന സംശയമായിരുന്നു ഹരിക്ക് അപ്പോഴുണ്ടായിരുന്നത്. പിന്നാലെ നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ അടുത്ത വീട്ടിലെ കുട്ടികൾ കളിക്കാൻ ഒപ്പം കൂട്ടുന്നില്ല എന്ന സങ്കടമായിരുന്നു ഹരിയുടെ മനസ്സു നിറയെ. സിനിമയിലും സീരിയലിലും അഭിനയിക്കുന്ന കുട്ടി എന്ന ലേബൽ ചെറുപ്രായത്തിൽ തന്നെ ലഭിച്ചതോടെ സമപ്രായക്കാർക്കിടയിൽ അകലം സൃഷ്ടിച്ചു. അതൊഴിവാക്കാൻ അഭിനയം നിർത്തുക എന്ന തീരുമാനമായിരുന്നു ആ കുഞ്ഞു മനസ്സിൽ ചെറുപ്രായത്തിലേ ഉണ്ടായത്. പിന്നീട് പഠനത്തിലും ശ്രദ്ധ നൽകണം. അങ്ങനെ അഭിനയം പൂർണ്ണമായും ഉപേക്ഷിച്ച് ബാംഗ്ലൂരുവിലേക്കും നടൻ പഠിക്കാൻ പോയി. ബാംഗ്ലൂരുവിലെ പഠനം കഴിഞ്ഞ് എറണാകുളത്തേക്ക് ജോലിയുമായി തിരിച്ചെത്തി. സിനിമയിലെ പിന്നണിയിൽ പ്രവർത്തിക്കാനായിരുന്നു ഹരിമുരളി ആഗ്രഹിച്ചിരുന്നത്. സിനിമയിൽ നല്ലൊരു തിരിച്ചുവരവ് ആഗ്രഹിച്ചിരിക്കെയാണ് അമർ അക്ബർ അന്തോണി എന്ന സിനിമയിലും എത്തിയത്. അപ്പോഴേക്കും കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെല്ലാം സിനിമയിൽ തിളങ്ങുകയായിരുന്നു. സംവിധായകൻ ചിദംബരം, നടൻ ഗണപതി, ദീപക് പറമ്പോൾ, ബാബു അന്നൂർ, മനോജ് കെയു തുടങ്ങി നിരവധി താരങ്ങൾ ഹരിയുടെ ബന്ധുക്കളാണ്. മനോജ് കെയുവിന്റെ വീട്ടിലാണ് ഹരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതും. രാവിലെ 6:30യോടെ ഹരിയെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ എത്തിയപ്പോഴാണ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. VFX ആർട്ടിസ്റ്റ്, എഴുത്തുകാരൻ, എഡിറ്റർ അങ്ങനെ സിനിമയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ തന്നെയായിരുന്നു ഹരിയുടെ ജോലിയും പ്രവർത്തനങ്ങളുമെല്ലാം. സിനിമയ്ക്ക് വേണ്ടി തിരക്കഥകളും എഴുതിയിരുന്നു. എന്നാൽ ഒട്ടേറെ സ്വപ്നങ്ങൾ ബാക്കി നിൽക്കുമ്പോഴും ഒന്നും സഫലമാക്കാൻ കഴിയാതെ അദ്ദേഹം പാതി വഴിയിൽ ജീവിതം ഉപേക്ഷിച്ച് മരണത്തിലേക്ക് പോവുകയായിരുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.